പെർമനൻ്റ് ആയിട്ട് മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കോഫി സ്ക്രബാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രബാണ്. കോഫീനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഫേസ് പാക്ക് ട്രൈ ചെയ്തവർക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു റിസൾട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ റിസൾട്ടും ഞാൻ ലൈവായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കോഫി തന്നെയാണ്. കോഫി ഒരു 2 ടേബിൾ സ്പൂൺ എങ്കിലും എടുക്കുക. ഏത് കോഫി പൗഡർ ആയാലും സാരമില്ല, ബ്രൂ, നെസ്കാഫി, നാടൻ കോഫി പൗഡർ എല്ലാം വേണമെങ്കിൽ എടുക്കുക. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് നെസ്കാഫിയിലാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ഫുൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ വരെ എടുക്കാം ശരീരത്തിലും തേക്കണമെങ്കിൽ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം തന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര, ഷുഗറും കോഫിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ഈ ഏത് ഓയിലും ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ ഓയിലിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഫിയും അതേപോലെ തന്നെ ഈ ഒരു പഞ്ചസാരയും നന്നായിട്ട് അതിലേക്ക് മിക്സായി കിട്ടുന്ന രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഓയിൽ നമ്മൾ തേക്കണം, ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ തേക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് അത് നന്നായി പിടിക്കും. അതുപോലെ തന്നെ ഈ മിക്സിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പഞ്ചസാര, കോഫി, ഓയിൽ കംപ്ലീറ്റ് നന്നായി മിക്സായി കിട്ടണം. അപ്പോൾ ഞാൻ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സാധനം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ബോട്ടിലോ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഒരു സ്ക്രബ് നിങ്ങൾ ഡെയിലി ചെയ്യാൻ പാടില്ല. വീക്കിലി ഒറ്റ പ്രാവശ്യം മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഈ സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫേസ് പാക്കോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് 2 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നന്നായി 2 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നിങ്ങളത് ബോഡിയിലേക്ക് വെക്കുക. അത് മുഖത്തായാലും ശരീരത്തിൽ എവിടെയായാലും നിങ്ങൾ യൂസ് ചെയ്യുന്നത് 2 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് അതൊന്ന് വെക്കണം. അതായത് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വെക്കണം. അതിന് ശേഷമാണ് നിങ്ങളിത് കൈ കളയേണ്ടത്. നിങ്ങൾക്കിത് ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഡെയിലി ഇത് ചെയ്യാൻ പാടില്ല. സ്ക്രബ് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ഡെയിലി ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇപ്പോൾ കണ്ടോ, ഇത് ഡ്രൈ ആയതിന് ശേഷം ഇങ്ങനെ ആവും. ആ ഒരു സമയത്ത് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകുക. അപ്പോൾ ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മുഖത്തേക്ക് വരുന്ന ആ ഒരു ഗ്ലോ ഭയങ്കര നല്ല ഒരു ഗ്ലോ തന്നെയായിരിക്കും. നല്ലൊരു കളറ് വരും. അതേപോലെ തന്നെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ പിന്നെ ഇത് നിങ്ങൾ കഴുകി തുടച്ചെടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അലോവേര ജെല്ലോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അടുത്തുള്ളതെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യുക. ഇത് വീക്കിലി ഒരു പ്രാവശ്യം ചെയ്യാമെന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. സ്ക്രബ് മാത്രം ചെയ്യുന്നവർ ഇതേപോലെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾ ഫേസ് പാക്ക് ഇടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം അത് കഴുകി കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീക്കിലി ഒരു പ്രാവശ്യം സ്ക്രബ് ചെയ്ത് ഒരു 2 പ്രാവശ്യം നിങ്ങൾ ഈ ഫേസ് പാക്ക് ഇടുക എന്നാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.